എത്താം. ഇപ്പോൾ സിനിമാ നിരൂപകൻ ശ്രീ പല്ലിശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പല്ലിശ്ശേരി, താര സന്താനങ്ങൾ, സ്റ്റാർ കിഡ്സ്, ആ ട്രെൻഡിൽ നിന്ന് മാറി എന്തായാലും മലയാള സിനിമയ്ക്ക് നിൽക്കാൻ കഴിയുകയില്ല. അപ്പോഴും മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങളുടെയോ താരങ്ങളുടെയോ പെൺമക്കൾ എത്ര പേരുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അത് പലരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മമ്മൂട്ടിയുടെ മകളാണെങ്കിലും ദിലീപിന്റെ മകളാണെങ്കിലും ഒക്കെ, ഒരു കീർത്തി സുരേഷ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞാറ്റ, അങ്ങനെയുള്ള കുറച്ച് പേരുകളാണ് നമുക്ക് പറയാനുള്ളത്. അതിലേക്ക് സാക്ഷാൽ മോഹൻലാലിന്റെ മകൾ കൂടി വരുന്നു എന്നുള്ളത് മലയാള സിനിമാ ആരാധകർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെയാണ് സിനിമാ രംഗത്ത് ഇത്ര കാലമായിട്ട് ആ രംഗത്ത് തന്നെയുള്ള അത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന താങ്കൾ എങ്ങനെ കാണുന്നു? ആദ്യകാലത്ത് നമ്മള് നടികളൊക്കെ വരാന്ന് പറഞ്ഞാല് ഈ സംശയങ്ങളും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലർക്കും വരാൻ മടി കാണിച്ചിരുന്നു, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പുതിയ പുതിയ ചെറുപ്പക്കാരികൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് സിനിമയായിട്ട് ബന്ധപ്പെടുന്നു. അവർക്ക് അവരുടേതായ പോളിസികളുണ്ട്. അവരൊക്കെ എന്ത് വേണം തീരുമാനിക്കും. പക്ഷെ ഇവിടെ ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ മോഹൻലാലിന്റെ തന്നെ പടത്തിൽ ആശീർവാദിന്റെ പടമാണ് നിർമ്മിക്കുന്നത്. അപ്പൊ അതില് എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കേണ്ടത്. പിന്നെ മോഹൻലാലിന്റെ മകളാണ്, മോഹൻലാലിന്റെ മകൻ അഭിനയ രംഗത്തുണ്ട്. അവരാരും മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ മലയാള സിനിമയ്ക്ക് ഒരു നല്ല നായിക നടിയെ ലഭിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. കാരണം പെട്ടെന്ന് വന്നിട്ടുള്ളതല്ല. സിനിമ കണ്ടും കേട്ടും വർഷങ്ങളായിട്ട് ആ കുടുംബത്തിൽ തന്നെയുള്ള കുട്ടി തന്നെയാണ്. സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണെന്ന് ആലോചിക്കണം. അപ്പൊ അങ്ങനെ ഒരാളെല്ലാം അറിഞ്ഞുകൊണ്ട് സിനിമാ രംഗത്ത് വരുന്നത് സിനിമയ്ക്ക് ഗുണം ചെയ്യും. അതായത് ശ്രീ പല്ലിശ്ശേരി, മോഹൻലാലിന്റെ മകൾ എന്നതിനപ്പുറത്തേക്ക് ബാലാജിയുടെ നീസ് കൂടിയാണ്. അപ്പോൾ അതായത് ഒരു നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമ കുടുംബമാണ്. പലരെയും പോലെ തന്നെ സിനിമയുടെ ഉള്ളറകളും ടെക്നിക്കലും മുൻഭാഗവും പിൻഭാഗവും എല്ലാം കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ്. അത് അഭിനയത്തിലും അത് പ്രതിഫലിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ സന്തോഷപൂർവ്വം ആരാധകർക്കാകാം ഇപ്പോൾ, അല്ലേ? ഉണ്ടാവും. കാരണം വേറെന്നറിയാം, ഇതിപ്പോ അഭിനയിക്കാൻ വേണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ആ കുട്ടിക്ക് സിനിമയിലേക്ക് വരാമായിരുന്നു. മോഹൻലാൽ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് ആരെയും കിട്ടി. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോഹൻലാലിന് 2 മക്കളുണ്ട്. ഈ 2 മക്കളോട് മോഹൻലാൽ ഇന്ന രീതിയിൽ വേണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരുടെ ഇഷ്ടത്തിനാണ് വിട്ടിരിക്കുന്നത്. ഇപ്പൊ മകൻ തന്നെ എടുക്കുക. മകൻ തന്നെ അധികം പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല. അവന് ലോകം മൊത്തം കറങ്ങാൻ അവന് താല്പര്യങ്ങളുണ്ട്. എന്നാൽ അഭിനയിക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് വേണമെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിക്കാമായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് അതിന്റെ ശരിയായ സമയമെന്ന് അവർക്ക് തോന്നിയിരിക്കാം. തോന്നും മാത്രമല്ല, നമ്മൾ വരുമ്പോ തന്നെ ഒരു നല്ല ബാനറിന്റെ കീഴിൽ, ഒരു ഭേദപ്പെട്ട സംവിധായകന്റെ കീഴിൽ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അഭിമാനത്തിന്റെ പ്രശ്നം തന്നെയാണ്. അത് രക്ഷപ്പെടും. കാരണം ഇവർക്ക് ചില ആശീർവാദിനെ സംബന്ധിച്ച് വലിയ ബാനറാണ്, നിർമ്മാണമുണ്ട്, വിതരണമുണ്ട്, തിയേറ്റർ ഉണ്ട്, മോഹൻലാലിന്റെ മകളാണ്, അങ്ങനെ ഉണ്ട്. മാത്രമല്ല ഇന്ന് കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും വലിയ ബാനർ ആശീർവാദം എന്നായിരിക്കണം. അവരെല്ലാ പടങ്ങളും ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ പ്രോജക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഒരു സന്തോഷമുള്ള വാർത്ത തന്നെയാണത്. ശ്രീ പല്ലിശ്ശേരി, അപ്പോഴും മോഹൻലാലിന്റെ തന്നെ അല്ലെങ്കിൽ ആശീർവാദ് സിനിമാസ് എന്ന് പറയുമ്പോൾ മോഹൻലാലിനെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ ഒരു ബാനർ ഇല്ലല്ലോ. അവർ തന്നെ ലോഞ്ച് ചെയ്ത ഒരു സിനിമയിലാണ് വിസ്മയ വരുന്നത്. അതൊരു ഹിന്ദി സിനിമ, ഒരു ബോളിവുഡിന്റെ ഒരു ട്രെൻഡാണ്. അച്ഛൻ നിർമ്മിക്കുന്ന പടത്തിൽ മക്കളെ ലോഞ്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യം. മലയാളത്തിൽ ഒരുപക്ഷെ ഫഹദ് ഫാസിൽ ആദ്യം അങ്ങനെ വരികയും അത് അമ്പെ പരാജയപ്പെട്ടു, ഷാനു ആയിരുന്ന കാലത്ത് പരാജയപ്പെട്ടു പോവുകയും പിന്നീട് അതല്ലാതെ സ്വന്തം ഐഡന്റിറ്റിയിൽ വരികയും ചെയ്തപ്പോഴാണ് ഫഹദ് ഫാസിൽ എന്നുള്ള കഴിവുള്ള ഒരു നടനെ മലയാള സിനിമയ്ക്ക് കിട്ടിയത്. അതല്ലെങ്കിൽ ഷാനുവായി തീർന്നു പോയനെ. അങ്ങനെ ഒരു വിഷയം കൂടി ഈ ലോഞ്ചിൽ ഉണ്ട്. അങ്ങനെയാണോ ഒരു നടിയെ സിനിമയ്ക്ക് പരിചയപ്പെടുത്തേണ്ടതെന്ന് എന്നൊരു പക്ഷേ സിനിമയെ വളരെ ഗഹനമായി നിരീക്ഷിക്കുന്നവരൊക്കെ ചോദിച്ചേക്കാം. നമ്മള് ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പൊ ഫഹദ് ഫാസിലിന്റെ കാര്യം തന്നെ പറഞ്ഞു, ഫാസിലിന്റെ കാര്യം പറഞ്ഞു. ആദ്യത്തെ പടം ചെയ്യുമ്പോൾ നായകനായിട്ട് തന്റെ മകനെ കൊണ്ടുവന്നപ്പോ തന്നെ 2-3 പരിമിതികളുണ്ടായിരുന്നു. ഒന്നാമത് അച്ഛനാണ് സംവിധായകൻ. ചില സീനുകൾ എടുക്കുമ്പോൾ ആ പയ്യന് ഫഹദ് ഫാസിലിന് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഒരു പേടി ഉണ്ടായിരുന്നു. അച്ഛൻ മാറി വേറൊരു സിനിമയിൽ വന്നപ്പോൾ അവർ രക്ഷപ്പെട്ടു. ഇവിടെ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു കുടുംബ വാഴ്ചയായിട്ട് കണ്ടായിരുന്നു. നമ്മുടെ ഏത് രംഗത്തില്ലാത്ത ഇപ്പൊ രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയക്കാരാകുന്നു, ഡോക്ടർമാരൊക്കെ ഡോക്ടർ, IAS, അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇത് മോഹൻലാൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു, മോഹൻലാൽ എത്രയോ കഴിഞ്ഞ 40-45 വർഷമായിട്ട് ഇവിടെ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണത്, ലൈവായിട്ട് നിൽക്കുന്ന ഒരാളാണത്. അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ മുമ്പേ തന്റെ മകളെ കൊണ്ടുപോകാമായിരുന്നു. അത് ചെയ്തില്ല. ആ കുട്ടിക്ക് ഇപ്പൊ അഭിനയിക്കാൻ താല്പര്യം തോന്നിയിരിക്കാം. താല്പര്യം തോന്നിയപ്പോ തീർച്ചയായിട്ടും വരാം. ഏത് ബാനർ എന്നുള്ളതല്ല, വരുമ്പോ നമ്മളൊരു ഇറങ്ങുമ്പോ അത് രണ്ടും കൽപ്പി. ഇപ്പൊ മോഹൻലാലിന്റെ മകൾ ഇറങ്ങിയിട്ട് ആ കുട്ടി ഈ പടത്തിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ സംവിധായകന്റെ പടത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലല്ല, ഇന്ന ബാനറിലാണ് അത്. പടത്തിന് സിനിമയുടെ റിസൾട്ടിനെ കുറിച്ച് നമ്മളിപ്പോ പറയുന്നില്ല. എന്തായാലും മോശമാവില്ല. കാരണം മോഹൻലാലിനെ പോലെ ടാലന്റ് ഉള്ളൊരു കുട്ടി തന്നെ ആയിരിക്കും. പിന്നെ കുടുംബ വാഴ്ച ഒന്നും പറയാനോ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും വരും. എത്രയോ പേര് വന്നിട്ടുണ്ട്, പുതിയ യങ്സ്റ്റേഴ്സ് എത്രയോ പേരിവിടെ വന്നിട്ടുണ്ട്.
അപ്പൊ വരും ധൈര്യമായിട്ട്. ഇനിയിപ്പോ പെൺകുട്ടികൾക്ക് സിനിമാ രംഗത്ത് ധൈര്യമായിട്ട് വരാം. സംവിധാന രംഗത്താണ് നമുക്ക് ആൾക്കാർ കുറവുള്ളത്. ആ രംഗത്തും കൂടുതൽ സ്ത്രീകൾ വരാനിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ശ്രീ പല്ലിശ്ശേരി, താങ്കൾ പറഞ്ഞ പോലെ കുടുംബഭാഷ എന്ന് പറയേണ്ട ആവശ്യമില്ല. മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ പ്രണവിനെ സ്വീകരിച്ചതുപോലെ വിസ്മയെയും സ്വീകരിക്കും. ഒരുപക്ഷെ അതിനും അപ്പുറത്തൊക്കെയായിരിക്കും സ്വീകരിക്കുക. പക്ഷേ അപ്പോഴും ഇത്തരം ചില പരാമർശങ്ങളൊക്കെ വന്നേക്കാം. അത് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ മുഴുവൻ കങ്കണ റണൌത്ത് അടക്കമുള്ളവർ ഈ നെപ്പോട്ടിസത്തിനെതിരായിട്ട് പരസ്യമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയാണ്. മലയാളത്തിൽ അത് ഉണ്ടായിട്ടില്ല. മലയാളത്തിൽ പക്ഷേ ഇപ്പോൾ ദുൽഖറുണ്ട്, പ്രണവുണ്ട്, കല്യാണി പ്രിയദർശനും അല്ലെങ്കിൽ കീർത്തി സുരേഷുമുണ്ട്. അവരൊക്കെ ഈ മലയാളത്തിൽ ഒരുപക്ഷെ ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് താരസന്താനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോഴും അതിന് മുകളിൽ നിൽക്കുന്ന അല്ലാത്ത താരങ്ങളിലാണ് ഒരുപക്ഷെ കൂടുതൽ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ചില വിലയിരുത്തലുകളും പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വരാറുണ്ട്. അത് സിനിമയുടെ ഹിറ്റ് ലിസ്റ്റ് എടുത്ത് വെച്ചുകൊണ്ടുകൂടിയാണ്. അങ്ങനെയുള്ള വിമർശനങ്ങളെയും ആരോഗ്യകരമായിട്ട് സ്വീകരിക്കേണ്ടതാണ് ഇതിനൊപ്പം, അല്ലേ? ഞാനിതൊക്കെ സിനിമയുടെ കാര്യത്തില് നമുക്കൊന്നും പറയാം. നമ്മൾ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ പ്രിയദർശൻ എന്നുള്ള സംവിധായകൻ, ഈ സംവിധായകൻ ഇവിടെ എത്രയോ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ളതാണ്. ഹിന്ദിയിൽ തന്നെ എത്രയോ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ചിത്രം അടക്കമുള്ള എത്രയോ 3 സിനിമകൾ അടുപ്പിച്ച് ഭയങ്കര സൂപ്പർ ഹിറ്റ് കൊടുത്തിട്ടുള്ളതാണ്. ചിത്രമോടെ ഏറ്റവും കൂടുതൽ മലയാളത്തിലെ ഏറ്റവും ഓടിയ റെഗുലർ ഷോ കളിച്ച് ഏറ്റവും ഓടിയ പടമാണത്. എന്നിട്ട് പ്രിയദർശന്റെ വന്ദനം അടക്കമുള്ള 3 കർത്തനാളാമ്പാടി, പിന്നെ അങ്ങനെ 3 പടങ്ങൾ അടുപ്പിച്ച് പൊട്ടിയപ്പോ ആ സംവിധായകനെ തിരിഞ്ഞു നോക്കാനോ അദ്ദേഹത്തിന്റെ ഫോൺ പോലും എടുക്കാനും ഇവിടെ ആരും ഉണ്ടായില്ലെന്ന് ആലോചിക്കണം. അതായത് ഇനി സിനിമ വേണ്ട. എന്തിന് മോഹൻലാൽ പോലും പറഞ്ഞത് എന്താന്ന്, അന്ന് 1 വർഷം കഴിഞ്ഞിട്ട് പ്രിയൻ ഈ സിനിമയെ കുറിച്ച് ആലോചിച്ചാൽ മതി, ഇപ്പൊ സമയദോഷമെന്ന് പറഞ്ഞത്. അപ്പൊ സിനിമയെ കുറിച്ച് നമുക്ക് മുൻവിധികളൊന്നുമില്ല. സിനിമ എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പൊ വിചാരിക്കാത്ത പടം ഇപ്പൊ തന്നെ തുടരും തന്നെ എടുക്കുക. മോഹൻലാലിന്റെ കമ്പനിയുടെ തുടരും അഭിനയിച്ച് എടുക്കുക. ആ സിനിമ മുമ്പ് ആദ്യം റിലീസ് ചെയ്യുന്ന പടം അല്ല ശരിക്കും. അത് ഇത്രയും പ്രതീക്ഷിച്ച് ഇത്രയും കളക്ട് ചെയ്യുന്നു, ഇത്രയും പേരുണ്ടാക്കുന്നു വിചാരിച്ച പടമല്ല. അപ്പൊ സിനിമയുടെ ഗതി എന്ന് വെച്ചാൽ ഒരു മിനിമം ഗ്യാരണ്ടി നമ്മൾ വിചാരിച്ചാൽ പോലും അത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത്, ഏത് ബാനറാണ് ആരാണ് എന്നുള്ളതാണ്. ഇപ്പൊ മോഹൻലാൽ സംവിധാനം ചെയ്തിരുന്നതായി ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. ആ പടം പൊളിഞ്ഞു പോയില്ലേ? മോഹൻലാലിന് പേര് ദോഷം ഉണ്ടായില്ലേ? അദ്ദേഹത്തെ മമ്മൂട്ടി പടം ചെയ്യുന്നില്ല, സംവിധാനം ചെയ്യുന്നില്ല. ഇപ്പൊ മമ്മൂട്ടിയുടെ മകൻ അഭിനയിക്കുന്നുണ്ട്, നിർമ്മാതാവാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, ബഹുഭാഷയിൽ അഭിനയിക്കുന്നു. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജില്ലേ, എല്ലാ മിക്ക നടന്മാരുടെയും മക്കളൊക്കെ സജീവമായ ഫീൽഡിലുണ്ടല്ലോ. ഇപ്പൊ പൃഥ്വിരാജ് ഫീൽഡിലുള്ള കുഞ്ചാക്കോ ബോബനുണ്ട്. ഇവരൊക്കെ സജീവമായി കൊണ്ടിരിക്കുകയാണത്. ഇവർ സിനിമയായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിലത്തെ അംഗങ്ങളാണെന്ന് ആലോചിക്കണം. ശ്രീ പല്ലിശ്ശേരി, അപ്പോഴും ഇതിൽ ചില രസകരമായിട്ടുള്ള ഒരു കണക്കുള്ളത് പ്രേം നസീറിന്റെ മകൻ തൊട്ട് സോമന്റെ മകൻ തൊട്ട് പിന്നെ അങ്ങോട്ട് രതീഷിന്റെ മകൻ തൊട്ട് അങ്ങനെ ഒരു നീണ്ട നിരയുണ്ട്. ജയറാമിന്റെ മകനെ പോലും ഉൾപ്പെടുത്താം. പൃഥ്വിരാജ് അടക്കം മറുവശത്തുള്ളത്, പൃഥ്വിരാജോ കുഞ്ചാക്കോ ബോബനോ ഒക്കെ ഇങ്ങനെ ഒരു വലിയ ലോഞ്ചിൽ കൂടെ വന്നവരല്ല. അവരൊക്കെ അവരുടെ ഐഡന്റിറ്റിയിൽ ആ തരത്തിൽ വരികയാണ് ചെയ്തത്. സുകുമാരൻ മരിച്ച ശേഷമാണല്ലോ പൃഥ്വിരാജ് സിനിമയിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട്, അതായത് സ്വന്തം പാരന്റിന്റെ ലോഞ്ച് അപ്പുറത്തേക്ക് വളരാനും വരാനും കഴിഞ്ഞിട്ടുള്ള സന്താനങ്ങളെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർ കിഡ്സിന് അപ്പുറത്തേക്ക് മലയാള സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു രസകരമായുള്ള കാര്യം കൂടി ഇതിനകത്തില്ലേ? നമുക്ക് ഈ പറഞ്ഞ ആൾക്കാരുടെ തന്നെ നസീർ സാറിന്റെ ആയാലും സത്യ സാറിന്റെ ആയാലും മക്കളെ തന്നെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും അവർക്ക് കിട്ടിയ റോളുകൾ, അവർക്ക് കിട്ടിയ ബാനറുകൾ, ഒരു സിനിമ ആർക്കും ആവാം. നമ്മൾ ചില ആൾക്കാരെ ബലൂൺ വീർപ്പിക്കുന്ന പോലെയാണ്. ബലൂൺ വീർപ്പിക്കുന്ന പോലെ വീർപ്പിച്ചിട്ട് കാര്യമില്ല, അത് കാറ്റഴിഞ്ഞ് പോകും. എന്നാൽ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ പൃഥ്വിരാജിനെടുക്കുക. പൃഥ്വിരാജ് സ്ട്രഗിൾ ചെയ്തെന്ന് നിർത്തണ. പൃഥ്വിരാജും ചേട്ടനുണ്ട്, ഇന്ദ്രജിത്തുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്താ, ഇന്ദ്രജിത്താണ് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. പൃഥ്വിരാജ് കഷ്ടപ്പെട്ട് സ്റ്റഡി ചെയ്ത് വന്നിട്ടാണ്. ഇപ്പൊ കുഞ്ചാക്കോ ബോബന്റെ സ്ഥിതി എന്തായിരുന്നു? ഒരു ചോക്ലേറ്റ് പയ്യൻ എന്നുള്ള പേരിലുണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ ആ സ്ഥാനത്ത് പോയിട്ട് ഏത് റോള് കൊടുത്താലും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുമെന്നുള്ള കഴിവ് തെളിയിച്ചു കഴിഞ്ഞില്ലേ? ഇങ്ങനെ ഓരോരുത്തരും നമ്മൾ എടുക്കുക, പറ്റിയ റോൾ കൊടുക്കണം. നസീർ സാറിന്റെ കാര്യം തന്നെ. നസീർ സാറിന് കണ്ടിരുന്നത് എങ്ങനെയാണത്? അദ്ദേഹത്തിന് ഇരുട്ടിന്റെ ആത്മാവിലൂടെ ഒരു നല്ല റോള് കൊടുത്തപ്പോഴാണ് അദ്ദേഹം നല്ല നടനെന്ന് തെളിയിച്ചത്. അപ്പൊ എല്ലാവർക്കും കഴിവുണ്ട്. ആ കഴിവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റോളുകള് സംവിധായകർ എല്ലാം കൊടുത്താൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റും. കാരണം നാടകത്തെ പോലെയല്ലല്ലോ. നാടകം അപ്പൊ തന്നെ വിധി എഴുതാൻ പറ്റും, കാണികൾക്ക് പറയും. ഇതിപ്പോ എത്രയോ ഒരു കൂട്ടായ്മയുടെ പരമാണ് സിനിമ. ആ കൂട്ടായ്മയിൽ നിന്നാണ് ഒരു നടനോ നടിയോ സംവിധായകനോ എല്ലാവരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇവർക്ക് കിട്ടിയിരിക്കുന്ന, ഈ വിസ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന അവസരം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ലോട്ടറി അടിക്കുന്ന പോലെയാണത്. കാരണം ഇറങ്ങേണ്ട സമയമായി എന്ന് തോന്നുമ്പോൾ തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. അതും ഈ സിനിമാ കമ്പനി, ആന്റണി പെരുമ്പാവൂരിന്റെ ബാനറിലുള്ള സിനിമാ കമ്പനി ഇത് വളരെ പീക്ക് പീരീഡ് നിൽക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ സിനിമയിൽ വരുമ്പോൾ
നമ്മൾ ഹിന്ദിക്കാരെ കുറിച്ചോ തെലുങ്കരെ കുറിച്ചോ പറയുന്നതല്ല. അല്ല, മലയാള സിനിമയിൽ ഇപ്പൊ ഇങ്ങനെയാണ്. വേണമെങ്കിൽ ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളല്ലോ മോഹൻലാല്, ഈ പലരും അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ആ രീതിയിലുള്ളൊരു ആ രീതിയിൽ സംസാരിക്കണോ എന്നുള്ളത് ഓരോരുത്തരുടെ രീതി അനുസരിച്ചാണ്. ഞാൻ അങ്ങനെ കരുതില്ല. സിനിമയ്ക്ക് ഒരു ഭാഷ വേണം എന്നുള്ള അഭിപ്രായക്കാരനല്ല, സിനിമയ്ക്ക് സെൻസറും വേണം എന്നുള്ള അഭിപ്രായക്കാരനല്ല. സിനിമ ജനം കാണട്ടെ എന്നുള്ളതാണ്. ആ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ആൾ ഉൾക്കൊള്ളാൻ പറ്റുമോ, നടനോ നടിയോ വേണം തോന്നുമോ, തീർച്ചയായിട്ടും അതാണ്, അതൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഏത് തരത്തിലാണെന്നുള്ളത്. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം. വളരെ നന്ദി ശ്രീ പല്ലിശ്ശേരി.